بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: إذا توضأ أحدكم فليجعل في أنفه ماء ثم لينتثر ومن استجمر فليوتر وإذا استيقظ أحدكم من نومه فليغسل يديه قبل أن يدخلهما في الإناء ثلاثا فإن أحدكم لا يدري أين باتت يده وفي لفظ لمسلم فليستنشق بمنخريه من الماء وفي لفظ من توضأ فليستنشق. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബിയെ സംബന്ധിച്ച് അധികം വിശദീകരണം ആവശ്യമില്ല, അറിയപ്പെട്ട സഹാബിയാണ്. സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ്. ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, വുദൂഇലുള്ള ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റി മൂക്ക് വൃത്തിയാക്കുക. 2, അൽ ഇസ്തിജ്മാർ, കല്ലുകൊണ്ട് അല്ലെങ്കിൽ കല്ലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മനാരിക്കുക. 3, ഉറക്കിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം 2 കൈകളും കഴുകുക. ഈ 3 വിഷയങ്ങളാണ് ഈ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് ഫല്യജഅൽ ഫി അൻഫിഹി മാഅ, അഥവാ ഇദാ തവല്ലഅ അഹദുക്കും, നിങ്ങളൊരാൾ വുളൂ ചെയ്താൽ മൂക്കിൽ വെള്ളം കയറ്റുക. ഫല്യസ്തൻഷിഖ് അല്ലേ, മറ്റൊരു വായത്തിൽ എന്താണ് ഫല്യസ്തൻഷിഖ്. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ഖാലുൽ മാഇ മിനൽ അൻഫ്, മൂക്കിലേക്ക് വെള്ളം കയറ്റി മൂക്ക് വൃത്തിയാക്കുക. സുമ്മൽ യന്തസിർ, ഇൻതസറ യന്തസിർ ഇന്തിസാർ, മൂക്കിൽ കയറ്റിയ വെള്ളം പുറത്തേക്ക് എടുക്കുന്നതിനാണ് ഇന്തിസാർ എന്ന് പറയുക. അതായത് യുഖ്രിജിൽ മാ അല്ലദി അദ്ഖലഹു ഫി അൻഫിഹി, മൂക്കിലേക്ക് കയറ്റിയ വെള്ളം പുറത്തേക്ക് എടുക്കുന്നതിനാണ് ഇസ്തിൻസാർ എന്ന് പറയുക. രണ്ടാമത്തത് വമൻ ഇസ്തജ്മറ ഫല്യൂതിർ. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ ഇസാലത്തു അസരിൽ ഖാരിജ് മിനസ് സബീലൈനി ബിൽ ജിമാർ. ജിമാർ എന്ന പദം ചിരൽക്കല്ല്, ചെറിയ കല്ല്, ജിമാർ, അതാണ് ജിമാർ, ചെറിയ ആ കല്ല് കൊണ്ട് സബീലൈനി, മുൻദ്വാരവും പിൻദ്വാരവും വൃത്തിയാക്കുന്നത്, അതിൻ്റെ നജസ് നീക്കുന്നതിനാണ് ഇസ്തിജ്മാർ എന്ന് പറയാം. അങ്ങനെയാണ് ആ വാക്ക് വന്നത്. ജിമാർ എന്നാണ് ആ വാക്ക് വരുന്നത്. ജിമാർ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ, അൽ അഹ്ജാറു സഗീറ, ചെറിയ കല്ലുകൾ. അപ്പോൾ ഇസ്തിജ്മാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫല്യൂതിർ, ഒറ്റയാക്കണം. ഈ ഇസ്തിജ്മാർ പണ്ഡിതന്മാർ ഇസ്തിജ്മാർ എന്നുള്ളത് എന്താണ്? കല്ല് കൊണ്ടോ കല്ലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ ശുദ്ധീകരിക്കുന്നതിനാണ് ഇസ്തിജ്മാർ എന്ന് പറയാം. ആ ഇസ്തിജ്മാർ സഹീഹാകുന്നതിന് ചില ഷർത്തുകൾ പറയുന്നുണ്ട്. 1, അൻ തകൂന വിത്രൻ, ഇസ്തിജ്മാർ എന്തായിരിക്കണം? വിത്തറായിരിക്കണം. 3, 5, 7, 9 അങ്ങനെ ഒറ്റയിലായിരിക്കണം. കാരണം ഒന്നുകൊണ്ടെന്തായാലും ഒരു കല്ലുകൊണ്ട് എന്തായാലും ആകാൻ പറ്റില്ല. കാരണം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വ്യക്തമായിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നുണ്ട് അല്ലേ. നഹാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തൻജിയ ബി അഖല്ല മിൻ 3 അഹ്ജാരിൻ.
അപ്പം എന്തായാലും ഒറ്റാന്ന് പറയുമ്പം ഒന്നുകൊണ്ടെന്തായാലും ആകൂല. 3 കുറയാത്ത കല്ലുകൾ കൊണ്ട് മനാരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചു. അതിൽ കുറയൽ നിരോധിച്ചു. അതാണ് ഒന്നാമത്തെ ഷർത്ത്. ഇനി 3 കൊണ്ടായി വൃത്തിയായിട്ടില്ലെങ്കിൽ 4ലേക്ക് കിടക്കാം. 3 കുറയാൻ പാടില്ല എന്നുള്ളൂ, വൃത്തിയാകുന്നത് വരെ ആക്കാം. ഇപ്പം 3 ആക്കി വൃത്തിയായിട്ടില്ല, അപ്പം നാലാമത്തതിൽ വൃത്തിയായാൽ യുസ്തഹബ്ബു ലഹു അൻ യസീദ വാഹിദ, 1 അധികരിപ്പിക്കൽ മുസ്തഹബാണ്. എന്തിന്? ആ വിത്രിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഷർത്ത് അൻ യസൂലൽ അദാ മിനസ് സബീലൈൻ, ആ നജസ് ഇസ്തിജ്മാറിലൂടെ നജസ് നീങ്ങണം എന്നുള്ളത് ഷർത്താണ്. അല്ലെങ്കിൽ ഇസ്തിജ്മാർ എന്താവൂല? സഹീഹാകൂല. മൂന്നാമത്തെ ഷർത്ത് അൻ യകൂന താഹിറൻ, ഈ മനാരിക്കാൻ ഉപയോഗിക്കുന്ന കല്ല് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തുള്ള വെള്ളത്തെ വലിച്ചെടുക്കുന്ന ശുദ്ധീകരിക്കുന്ന എന്ത് വസ്തു അത് താഹിറായിരിക്കണം. താഹിറാകൽ ഷർത്താണ്. കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സഹാബി 2 കല്ലും 1 റൗസത്തും കൊണ്ടുവന്നു, കാഷ്ടം, മൃഗത്തിൻ്റെ കാഷ്ടം, ഉണങ്ങിയത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കല്ല് സ്വീകരിച്ചു. മൂന്നാമത്തേത് എന്ത് ചെയ്തു? കളഞ്ഞു. മറ്റൊന്ന് ഇന്നഹാരി ജിസുൻ, അതെന്താണ്? അത് നജസാനത്തോടെ ഒഴിവാക്കി. അപ്പോൾ ഈ ശുദ്ധീകരിക്കുന്ന സാധനം എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. 4ാമത്തെ ഷർത്ത് അൻ യകൂന ഗൈറ മുഹ്തറമിൻ, മനാരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ബഹുമാനിക്കപ്പെടുന്ന വസ്തു ആകാൻ പാടില്ല. ബഹുമാനിക്കപ്പെടുന്ന വസ്തു ആകാൻ പാടില്ല. 2 രീതിയിലാണ് ബഹുമാനിക്കപ്പെടൽ. ഒന്ന് ദീനിയായ രീതിയിൽ, അപ്പോൾ ഹദീസ് എഴുതിയൊരു കടലാസ്, അല്ലെങ്കിൽ ഖുർആൻ്റെ ആയത്തുകൾ എഴുതിയ കടലാസ്, അല്ലെങ്കിൽ ദീനിയായ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന കിതാബുകൾ, അതിൻ്റെ കടലാസ്, ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല, മനാരിക്കാൻ പാടില്ല. ഇനി ഖുർആൻ്റെ കടലാസ് കൊണ്ടൊരാൾ മനാരിച്ചാൽ ഫഹു മുർത്തദ്ദുൻ, ഓ മുർത്തദ്ദാണ്. അത് ഇസ്തിഹ്സാൻ്റെ ഏറ്റവും അങ്ങേയറ്റാണ്. ഓ മുർത്തദ്ദാണ്, ഫഹുവ കാഫിറുൻ, അത് ഹറാം മാത്രമല്ല, ഓ മുർത്തദ്ദായി പോകും, കാഫിറായി പോകും. ഖുർആൻ്റെ കഷ്ണം കൊണ്ടാണ് ഒരാൾ, അത് കാരണം ഖുർആനെ നിന്ദിക്കലാണ്. അത്തഹാവുനു ബിൽ ഖുർആനി കുഫ്റുൻ, കുഫ്റാണ്, ഇസ്തിഹ്സാണത്. അതുപോലെ തന്നെ അതിന് തെളിവെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ല് കൊണ്ടും അതേപോലെ തന്നെ റൗസത്ത് കൊണ്ടും മനാരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. കാരണം അതിൻ്റെ ഇല്ലത്തായിട്ട്, കാരണമായിട്ട് റസൂൽ എന്താ പറഞ്ഞത്? അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കും കുല്ലു അദ്മിൻ ദുകിറ ഇസ്മുല്ലാഹി അലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ മുസ്ലിമായ ഒരു വിഭാഗം ജിന്നുകൾ വന്നു. അപ്പോൾ റസൂൽ അവരെ സൽക്കരിച്ചു. എന്നിട്ട് അവർക്ക് നൽകിയ ലിയാഫത്താണെന്ത്? ലക്കും കുല്ലു അദ്മിൻ ദുകിറ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അറക്കപ്പെട്ടത് അതെന്താണ്? നിങ്ങൾക്ക് ഭക്ഷണമാണ്. തജിദൂനഹു ഔഫറ മാ യകൂനു ലഹ്മ, അത് അവർക്ക് ജിന്ന് ഭക്ഷണമായി സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം കഴിച്ച് എല്ലുകൾ മാത്രം കളയും, അല്ലേ, വേസ്റ്റായിട്ട് കളയും. ആ കളയുന്ന എല്ലുകൾ ജിന്നുകൾക്ക് കിട്ടുമ്പോൾ എന്താവും? അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. അതിൽ ഔഫറമായ യകൂൻ, മുമ്പുണ്ടായതിനേക്കാൾ മാംസം ഉണ്ടാവും. പക്ഷെ ആ മാംസം നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് ജിന്നുകളെയും കാണാൻ കഴിയില്ല, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണവും നമുക്ക് കാണാൻ കഴിയില്ല. അവർക്ക് അത് അപ്പം ജിന്നുകളുടെ ഭക്ഷണമാണ് അത്, അല്ലേ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തിറാമാക്കിയത്. എല്ലുകൊണ്ട് മനാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ അർത്ഥം, വിസ്മി പറഞ്ഞ അർത്ഥം എല്ലുകൊണ്ട് നിങ്ങൾ മനാരിക്കാൻ പാടില്ല. കാരണം അതെന്താണ്? സാദു ഇഖ്വാനിക്കും മിനൽ ജിൻ, അത് നിങ്ങൾ ജിന്നുകൾപ്പെട്ട നിങ്ങളുടെ സഹോദരന്മാരുടെ ഭക്ഷണമാണ്. അപ്പം ജിന്നുകളുടെ ഭക്ഷണത്തെ റസൂൽ എന്ത് ചെയ്തു? ഇഹ്തിറാം നടത്തി, ബഹുമാനിച്ചു, അതിനെ പവിത്രമായി കണ്ടു. അപ്പം എന്തായാലും ഹുബിൽ ഔല തുആമുൽ ഇൻസാനി മുഹ്തറമുൻ, അല്ലേ, മനുഷ്യൻ്റെ ഭക്ഷണം ഇഹ്തിറാമുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ എന്താണെന്നും പറ്റൂല. ഇപ്പോൾ ഉണങ്ങിയൊരു ചപ്പാത്തി അതുകൊണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഉണങ്ങിയ എന്തെങ്കിലും നമ്മുടെ ഭക്ഷണം
അതുകൊണ്ട് മനാരിക്കാൻ പറ്റുമോ? ഇല്ല, ഹറാമാണ്. കാരണം ജിന്നുകളുടെ ഭക്ഷണം റസൂല് ഇഹ്തിറാം ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെത് എന്താണ്? കാരണം ജിന്നിനേക്കാൾ സ്ഥാനമുള്ള ആളാരാണ്? മനുഷ്യരാണ്. വലഖദ് കറംന ബനി ആദം. അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകളോടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകളുടെ കൂട്ടത്തിലാണ് ആര്? ഇബ്ലീസ്. ജിന്ന് മലക്കിൻ്റെ കൂട്ടത്തിലാണ്. പല അഭിപ്രായങ്ങളുണ്ട് എങ്ങനെയാണ് ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ എത്തിയത്. പ്രധാനമായിട്ട് മഷ്ഹൂറായ 2 അഭിപ്രായങ്ങൾ. ഒന്ന്, മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചവരായിരുന്നു ജിന്നുകൾ. അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ വന്ന് അവരൊക്കെ യുദ്ധം ചെയ്ത് കുറേ ആൾക്കാരെ കൊന്നു. അങ്ങനെ ബാക്കിയ ഒരു ചെറിയ കുട്ടി അസാസീൽ. അസാസീലിന് ഇസ്രായേലിയത്തിലും അതുപോലെ തന്നെ പല റിവായത്തിലും കാണാൻ കഴിയും. പക്ഷെ സഹീഹായ രീതിയിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി കാണാൻ പറ്റും. റിവായത്ത് അസാസിൽ എന്നാണ് പേര്, ആദ്യത്തെ പേര്. പക്ഷെ ഖുർആനോ ഹദീസോ അങ്ങനെ പ്രത്യേകമായിട്ടൊരു പേര് ഇബ്ലീസിൻ്റെ മുമ്പ് പറഞ്ഞിട്ടില്ല. ആ ചെറിയ കുട്ടിയെ കൊണ്ടുവന്ന് മലക്കുകളുടെ കൂടെ ജീവിപ്പിച്ചു. അങ്ങനെയാണ് ഈ ജിന്ന് മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടത്. രണ്ടാമത്തെ അഭിപ്രായം, ജിന്ന് എന്നുള്ളത് മലക്കുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ജിന്ന് എന്നുള്ളത് മലക്കുകളിൽപ്പെട്ട ഒരു വിഭാഗം. വലിയ ആലിമിയായിരുന്നു. അതുപോലെ തന്നെ ജിന്നുകളുടെ മലക്കുകളുടെ കൂട്ടത്തിൽ വലിയ നേതാവിൻ്റെ സ്ഥാനം, ഒരു ആലിമിൻ്റെ സ്ഥാനമായിരുന്നു അസാസിലുണ്ടായത്. സുജൂദ് ചെയ്യാൻ പറഞ്ഞു, എന്ത് ചെയ്തില്ല? സുജൂദ് അബാ വസ്തക്ബർ. അബാ വസ്തക്ബർ, അഹങ്കരിച്ചു മാറുന്നു. കാരണം എന്താണ് അഹങ്കരിക്കാനുള്ള കാരണം? ഇബ്ലീസ് തന്നെ എന്ത് പറഞ്ഞു? കാരണം പറഞ്ഞു, അന ഖൈറും മിൻ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ആദമിനേക്കാൾ ഖൈറ് ഞാനാണ്. കാരണം എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണിൽ നിന്നും. അപ്പം ഞാനാണ് ഖൈറ് ചെയ്തത്. അബാ വസ്തക്ബറ വകാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. അങ്ങനെ ഇബ്ലീസിനെ സംബന്ധിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? കാന മിനൽ ജിന്നി, ഇബ്ലീസ് ജിന്നിൽപ്പെട്ടതാണ്. ഫഫസഖ അൻ അംരി റബ്ബി, അള്ളാഹുവിൻ്റെ ആ കൽപ്പനയോട് ധിക്കാരം കാണിച്ചു. അതിൻ്റെ അപ്പുറം നമ്മളെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചർച്ച ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പം ജിന്നുകളുടെ ഭക്ഷണമാണ് എല്ല്. ഇഹ്തിറാമാണ്, മുഹ്തറമായ വസ്തുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? മനാരിക്കാൻ പാടില്ല. റസൂൽ അത് നിരോധിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, വകുല്ലു ബഅറത്തിൻ ഫഹിയ അലഫുൻ ലിദവാബിക്കും. ബഅറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൃഗങ്ങളുടെ കാഷ്ടങ്ങൾ. നമ്മുടെ മൃഗങ്ങളുടെ കാഷ്ടങ്ങൾ അത് ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ്. അപ്പം എന്ത് പറ്റില്ല? റൗസത്ത് കൊണ്ട് എന്തായാലും പറ്റില്ല. ഒന്നുകിൽ നജസാവും, നജസ് അല്ലെങ്കിലോ മായൂക്കലു ലഹ്മുഹു നജസാവോ? അത് നജസല്ല. പക്ഷെ അതുകൊണ്ട് മനാരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ഇഹ്തിറാമാണ്. നജസ് അല്ലെങ്കിൽ മുഹ്തറമാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം ഒരാൾ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പേര് പറയപ്പെടാണ്ട് ചത്ത മൃഗങ്ങളുടെ എല്ല്, മറ്റേ എല്ല് എന്തുകൊണ്ടാണ് അള്ളാഹ് റസൂൽ നിരോധിച്ചത്? അള്ളാഹിൻ്റെ പേര് പറയപ്പെട്ടതാണ്, അറക്കപ്പെട്ടതാണെങ്കിൽ അത് ജിന്നുകളുടെ ഭക്ഷണമായതുകൊണ്ട് മുഹ്തറമാണ്. ഇനി ചത്ത ഒരു മൃഗത്തിൻ്റെ എല്ല്, അത് ജിന്നുകളുടെ ഭക്ഷണമല്ല, അതുകൊണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടും പറ്റൂല. കാരണം എന്താണ്? അത് നജസാണ്. അന്നേരം മൈത്തത്തിന് നജസല്ലേ? ഏതൊക്കെ മൈത്തത്തിന് നജസല്ലാത്തത്? ഉഹില്ലത് ലനാ മൈത്തത്താനി വദമാൻ. ആ രണ്ടല്ലാത്ത മറ്റെല്ലാ മയ്യത്തും നജസാണ്. മനുഷ്യൻ്റെതല്ല കേട്ടോ, വേറെ. ഇത് തിന്നേണ്ട വിഷയമാണ് പറയുന്നത്, തിന്നേണ്ട മൃഗങ്ങളുടെ ആവശ്യം. അപ്പോൾ അത് നജസോ? അപ്പം ഇങ്ങനെ എന്താവില്ല, എല്ലുകൊണ്ടോ അതുപോലെ തന്നെ മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടോ മനാരിക്കാൻ പറ്റൂല. ഒന്നുകിൽ അത് മുഹ്തറമായിരിക്കും, അല്ലെങ്കിൽ അത് നജസായിരിക്കും. ഇനി ജിന്നുകളിലും ആരുണ്ട്? മോശപ്പെട്ടവരുണ്ട്. മനുഷ്യരുള്ളതുപോലെ ജിന്നുകളിൽ നല്ല ആൾക്കാരുണ്ട്, മോശപ്പെട്ട ആൾക്കാരുണ്ട്. സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ പറയുന്ന വാക്കുണ്ടല്ലോ, വ അന്ന മിന്ന സ്വാലിഹൂന വ മിന്ന ദൂന ദാലിക്. കാരണം ജിന്നുകളുടെ അടുക്കലും എന്താണ്? അൽ ഈമാനു യസീദു വ യൻഖുസാണ്. ജിന്നുകളുടെ അടുക്കലും ആ നിയമമുണ്ട്. വന്ന മിന്ന സ്വാലിഹൂന വ മിന്ന ദൂന ദാലിക്, അഥവാ സുൽഹ് കുറഞ്ഞ ആൾ, സലാഹിയത്ത് കുറഞ്ഞ ആൾക്കാർ. അങ്ങനെ അവരിൽ കാഫിര്യങ്ങളുണ്ട്. എന്താണ്? മിന്നൽ മുസ്ലിമൂന വ മിന്നൽ ഖാസിത്തൂൻ.
അൽ ഖാസിത്തു എന്ന് പറഞ്ഞാൽ അൽ കാഫിറൂൻ. അപ്പം മനുഷ്യരുള്ളതുപോലെ തന്നെ അവരിലുണ്ട്. അടുത്തത് അഞ്ചാമത്തെ ഷർത്ത്. എന്തിൻ്റെ? ഇസ്തിജ്മാർ സഹീഹായുള്ള അഞ്ചാമത്തെ ഷർത്ത് അല്ലാ യജിഫൽ മകാനു ഖബ്ലൽ ഇസ്തിജ്മാർ. ഇസ്തിജ്മാറിൻ്റെ മുമ്പ് ആ സ്ഥലം ഉണങ്ങാൻ പാടില്ല. ഇസ്തിജ്മാറിൻ്റെ മുമ്പ് ഉണങ്ങുകയാണെങ്കിൽ, ഇപ്പം മൂത്രയിച്ചു, ഇസ്തിജ്മാറിൻ്റെ മുമ്പ് കുറേ വൈകി, ഇസ്തിജ്മാറിന് കുറേ സമയം വൈകി, അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥലം തയ്യും ഉണങ്ങും. അപ്പോൾ ഉണങ്ങിയൊരു വസ്തു എന്തെയില്ല, കല്ലുകൊണ്ടോ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം കൊണ്ടോ ശുദ്ധിയാവൂല. അപ്പം എന്താണ്? ലാബുദ്ദ മിനൽ മാ, വെള്ളം ആവശ്യമാണ്. അപ്പം ഇസ്തിഞ്ചായ പറ്റൂലൂ. ഉണങ്ങുന്നതിന് മുമ്പായിരിക്കണം ഇസ്തിജ്മാർ, ഉണങ്ങിയതിന് ശേഷം ഇസ്തിജ്മാർ പറ്റൂല, അതുകൊണ്ട് ശുദ്ധിയാകൂല. ആറാമത്തെ ഷർത്ത് അൻ യകൂന മുനഖിയൻ. അതെന്തായിരിക്കണം? ശുദ്ധീകരിക്കുന്ന സാധനമായിരിക്കണം. അഥവാ അതുകൊണ്ട് ശുദ്ധിയാക്കാം. ഇപ്പം നമ്മൾ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് കൊണ്ട് ഒരിക്കലും പറ്റൂല, അത് കല്ലിൻ്റെ സ്ഥാനത്ത് വെക്കൂല, വെള്ളത്തെ വലിച്ചെടുക്കൂല. പ്ലാസ്റ്റിക് വെള്ളത്തെ വലിച്ചെടുക്കൂല. നമ്മുടെ ടിഷ്യൂ പേപ്പർ വെള്ളത്തെ വലിച്ചെടുക്കൂലേ, അതേപോലെ പ്ലാസ്റ്റിക് വലിച്ചെടുക്കോ? ഇല്ല. അപ്പം വെള്ളത്തെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്ന സാധനമായിരിക്കണം, മുനഖിയായിരിക്കണം. ഇതാണ് 6 ഷർത്തുകൾ. പണ്ഡിതന്മാർ 6 ഷർത്താണ് എന്തിനു പറഞ്ഞിട്ടുള്ളത്? ഇസ്തിജ്മാറിന് സഹീഹാണ് പറഞ്ഞിട്ടുള്ളത്. ഹദീസിൻ്റെ അടുത്ത ഭാഗം വഇദ ഇസ്തൈഖള അഹദുകും മിൻ നൗമിഹി ഫല്യഗ്സിൽ യദൈഹി ഖബ്ല അൻ യുദ്ഖിലഹുമാ ഫിൽ ഇനാഇ സലാസൻ. നിങ്ങൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റാൽ 2 കൈയും പാത്രത്തിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് 2 കൈയും കഴുകുക എന്നുള്ളത്. ഇവിടെ നമ്മൾ 2 രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇദസ്തൈഖള അഹദുക്കും മിൻ നൗമിഹി എന്നുള്ളതാണ്. നൗമിഹി എന്താണ്? മുഫ്രദ് മുദാഫ് തുഫീദുൽ ഉമൂം, അത് ആമാണ്. അപ്പോൾ ആ ഒരു ഭാഗം എടുക്കുമ്പം എല്ലാ ഉറക്കും അതിൽ പെട്ടു. രാവിലത്തെ ഉറക്കും പെട്ടു, രാത്രിയൊക്കെ ഉറക്കും പെട്ടു, ഏത് സമയത്തുള്ള ഉറക്കും പെട്ടു. പക്ഷെ ആ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗം ഫൈന അഹദക്കും ലാ യദ്രി ഐന ബാത്തത് യദുഹു, ആ ബാത്തത് എന്ന പദം ബൈത്തൂത്തത്ത്, ആ പദം രാത്രി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ റസൂൽ അതിൻ്റെ ഇല്ലത്തായി പറഞ്ഞതിൽ എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? രാത്രിയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാർ ആദ്യത്തെ ആമാക്കി എടുത്തിട്ട് എല്ലാ ഉറക്കിലും കഴുകണം എന്ന് പറയുന്നു. പക്ഷേ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല 2 അഭിപ്രായങ്ങളും പറഞ്ഞ് രണ്ടാമത്തെ അഭിപ്രായത്തെ റാജിഹാക്കി. അത് രാത്രി ഉറക്കിന് മാത്രമാണ് വുജൂബുള്ളത്, പകലിലെ ഉറക്കിന് ഇഹ്തിയാത്താണ്. സൂക്ഷ്മത എന്നോണം കഴുകാം. പക്ഷേ രാത്രി ഉറക്കിന് എന്താണ്? 2 കൈയും കഴുകൽ വാജിബാണ്, വുജൂബാണ്. അവിടെ മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തൈഖളൽ ഇൻസാനു, ഒരാൾ ഉറക്കെഴുന്നേറ്റാൽ യസ്തൻസിറ സലാസൻ, 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി മൂക്ക് വൃത്തിയാക്കണം. ഫഇന്ന ശൈത്താന യബീതു അലാ ഖൈശൂമിഹി, അതും രാത്രി ഉറക്കിന് മാത്രം വാജിബാണ്. ഒരാൾ സുബഹിക്ക് ഉറങ്ങി എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? മൂക്ക് വൃത്തിയാക്കണം 3 പ്രാവശ്യം. കാരണം ഫഇന്ന ശൈത്താന യബീതു അലാ ഖൈശൂമിഹി, അവൻ്റെ തരിമൂക്കിൽ രാത്രി പിശാച് കിടന്നുറങ്ങും. അപ്പം അത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മൂക്ക് വൃത്തിയാക്കണം. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബീത്തു എന്നാണ് ഉപയോഗിച്ചത്, ശൈത്താൻ രാത്രി താമസിക്കുമെന്നുള്ളത്. അപ്പോൾ അതും രാത്രി ഉറങ്ങി എഴുന്നേൽക്കുന്ന ആൾക്കാർക്കാണ് വാജിബായിട്ടുള്ളത്. അടുത്തത് ഫല്യഗ്സിൽ യദൈഹി. ഈ ഫല്യഗ്സിൽ എന്നുള്ളത് എന്താണ്? അംറാണ്. അടുത്തത് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ. ഒന്നാമത്തെ ഫായിദ, ഇസ്തിൻഷാഖ് വാജിബാണ്. വുളൂഇൽ ഇസ്തിൻഷാഖ് വാജിബാണ്. അഥവാ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? മുഖം കഴുകൽ വാജിബാണ്. ഇസ്തിൻഷാഖ് എന്നുള്ളത് മൂക്ക് വൃത്തിയാക്കലാണ്. മൂക്ക് എന്തിൽപ്പെട്ടതാണ്? മുഖത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇസ്തിൻഷാഖ് എന്താണ്? വാജിബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു വുളൂഇലും ഇസ്തിൻഷാഖ് ഒഴിവാക്കിയതായിട്ട് നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഫായിദ, ഇസ്തിജ്മാറിൻ്റെ സമയത്ത് ഒറ്റയാക്കൽ വാജിബാണ്. ഒറ്റയാക്കൽ വാജിബാണ്. അത് 3-ൽ കുറയാനും പാടില്ല. 3 കല്ലെന്നെ വേണം. ഒരു കല്ലിൻ്റെ പല ഭാഗങ്ങളും പറ്റൂല. 3 കല്ലുകൾ തന്നെ വേണം. അടുത്ത ഫായിദ, ഒരാൾ ഉറക്കുന്ന എഴുന്നേറ്റാൽ 2 കൈയും കഴുകാൻ വാജിബാണ്. എല്ലാ പണ്ഡിതന്മാരത് വാജിബാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വുളൂഇൻ്റെ ആരംഭത്തിലുള്ള 2 കൈ കഴുകൽ സുന്നത്താണ്. പക്ഷെ അതെപ്പോഴാണ് വാജിബായിട്ട് വരിക? സുബഹിൻ്റെ രാത്രി ഉറക്കെഴുന്നേറ്റ് ഒരാൾ വുളൂ ചെയ്യുമ്പം ആ കൈ കഴുകൽ വാജിബാണ്. മറ്റുള്ള സമയത്ത് കൈകൾ എന്താണ്? സുന്നത്താണ്. ഇനി അവിടെ ചെറിയൊരു മസാല വരുന്നത്, ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകാതെ വെള്ളത്തിൽ കൈയിട്ടു. അപ്പോൾ ആ വെള്ളം നജസാകുമോ ഇല്ലോ? കാരണം റസൂൽ ഇല്ലത്ത് എന്താ പറഞ്ഞത്? ഫൈനഹു ലാ യദ്രി അയ്ന ബാത്തത് യദുഹു. ഈ കൈ രാത്രി എവിടെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പോൾ സൂക്ഷ്മത എന്നോണാണ് കഴുകാൻ പറഞ്ഞത്. അപ്പോൾ കഴുകാതെ പാത്രത്തിൽ വെള്ളത്തിൽ കൈയിട്ടാൽ ആ വെള്ളം നജസാകുമോ? പണ്ഡിതന്മാർക്കിടയിൽ 3 അഭിപ്രായങ്ങളാണുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു നജസാകും. രണ്ടാമത്തെ അഭിപ്രായം തഹൂറാണ്, നജസ് ആകൂല. കാരണം വെള്ളത്തിൻ്റെ നജസ് എന്താണ്? അസ്ലെന്താണ്? അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്തഹാറത്തു വൽ ഇബാഹ. ആ തഹാറത്തിനെയും ആ ഇബാഹത്തിനെയും ഒരു ഷക്ക് എന്തെയില്ല, നീക്കൂല. അൽ യഖീനു ലാ യസൂലു ബിഷക്ക്. അതുകൊണ്ട് തഹൂറായിട്ട് തന്നെ തുടരും. ആ അഭിപ്രായത്താണ് പണ്ഡിതന്മാർ റാജിഹാക്കുന്നത്. മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞത് തഹൂർ അല്ല താഹിറാണ്. താഹിറും തഹൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? താഹിർ ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റൂല. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനും പറ്റും. പക്ഷെ അതിനെ പണ്ഡിതന്മാരാരും അഭിപ്രായമായിട്ട് എടുത്തിട്ട് സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് സഹീഹായ അഭിപ്രായം. വെള്ളം തഹൂറായി തന്നെ തുടരും. അടുത്തൊരു ഫായിദ, ഏതൊരു കാര്യത്തിലും സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ കഴുകാൻ നമ്മളോട് പറഞ്ഞത് എന്തിനാണ്? ഒരു സൂക്ഷ്മത എന്നോണ്ടാണ്. കാരണം ചിലപ്പോൾ നജസ്സാകാം, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, വിഷമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം, ശരീരത്തിന് ഉപദ്രവമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് കഴുകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത്. അടുത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ഒരു ഹുക്മ് പറയും, എന്നിട്ട് അതിൻ്റെ ഇല്ലത്തും കൂടി പറയും. ഇല്ലത്ത് 3 രീതിയിലാണ്. ഒന്ന്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഇല്ലത്ത്. രണ്ടാമത്തത് ആർക്കും മനസ്സിലാകാത്ത ഇല്ലത്ത്. ഇപ്പം നിസ്കാരം, 5 വക്ത് നിസ്കാരത്തിൻ്റെ രൂപം, അതിൻ്റെ ഇല്ലത്തൊന്നും ആർക്കും മനസ്സിലാവില്ല. അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ പിറകിലുള്ള ഹിക്മത്ത് ആർക്കും തിരിയില്ല. ചില ഹിക്മത്തുകൾ എന്താണ്? പണ്ഡിതന്മാർക്ക് മാത്രം തിരിയുന്ന ഹിക്മത്തുകളുണ്ട്, മുസ്തംബത്തായത്. അതെല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. അങ്ങനെയുള്ള 3 രീതിയിലുള്ള ഹിക്മത്തുകൾ റസൂലിൻ്റെ ഓരോ കൽപ്പനകൾക്കും കാണാൻ കഴിയും. അതിന് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആടിൻ്റെ ഇറച്ചി തിന്നാൽ, മാംസം കഴിച്ചാൽ വുളൂ ചെയ്യണം. റസൂൽ പറഞ്ഞു ഇൻഷിഇത, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളൂ ചെയ്തോ. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഒട്ടകത്തിൻ്റെ മാംസം തിന്നാൽ വുളൂ ചെയ്യണം. റസൂൽ എന്താ പറഞ്ഞാൽ? ഞാൻ വുളൂ ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ വുളൂ മുറിയെടുത്തു. അതിൻ്റെ ഹിക്മത്ത് എന്ത്? ആട്ടിൻ്റെയും ഒട്ടകത്തിൻ്റെയും തമ്മിൽ
തഫ്രീഖ് നടത്താനുള്ള ഹിക്മത്ത് എന്ത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒട്ടകത്തിന് ശൈത്താൻ്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. കാരണം ശൈത്താൻ തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾക്കൊരാൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അത് ശൈത്താൻ നമ്മുടെ മനസ്സിലിട്ടിരുന്നൊരു തീക്കനലാണെന്ന് റസൂൽ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദേഷ്യം കളയാൻ വുളൂ ചെയ്യണം, അപ്പോൾ ദേഷ്യം കുറയും. അതേപോലെ ഒട്ടകത്തിന് പിശാചിൻ്റെ സ്വഭാവമുണ്ട്, ശൈത്താൻ്റെ സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവവും ആ ഒരു ഇതും കളയാൻ വേണ്ടിയിട്ടാണ് റസൂൽ വുളൂ ചെയ്ത് എന്നൊരു ഹിക്മത്ത് പണ്ഡിതന്മാർ പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെ ഓരോ ഇല്ലത്ത് പറയുമ്പോൾ ഒരു ഹുക്മ് പറയും, അതിനൊരു ഇല്ലത്തും പറയും. അതെന്താണ്? അമൽ ചെയ്യുന്നവർക്കൊരു തുമൈനീനത്താണ്, അമൽ ചെയ്യാനൊരു തുമൈനീനത്താണ്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അതിലേക്ക് ഖിയാസാക്കാനും എളുപ്പമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ ഹുക്മ് പറഞ്ഞിട്ട് ആ ഹുക്മ് വരാനുള്ള ഇല്ലത്തും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് പിൽക്കാലക്കാർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, പിൽക്കാലത്തെ മുജ്തഹിദീങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം റസൂലൊരു ഇല്ലത്ത് പറഞ്ഞാൽ പിന്നെ ആ ഒരു കാരണം വരുന്ന ഇല്ലത്ത് വരുന്ന മറ്റുള്ള കാര്യങ്ങൾ അതിലേക്ക് ഖിയാസാക്കൽ എളുപ്പമാവും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഹദീത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകമായിട്ടും 3 കാര്യങ്ങളാണ്. 1 ഇസ്തിജ്മാറിൻ്റെ കാര്യങ്ങൾ, 2 ഇസ്തിൻഷാഖ് മൂക്ക് വൃത്തിയാക്കൽ, 3 രാത്രി ഉറക്കുന്ന എഴുന്നേറ്റാൽ കൈ കഴുകാതെ പാത്രത്തിലേക്ക് കൈ മുക്കരുത് എന്ന കാര്യങ്ങൾ. പക്ഷേ അത് അടുത്ത ഹദീത്ത് അടുത്ത ആഴ്ച. وآخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.